ഓച്ചിറ അമ്പലത്തിൽ വൃശ്ചിക മാസം നടക്കുന്നതായതുകൊണ്ട് ഫാമിലിയായിട്ടൊന്ന് പോകാമെന്ന് വിചാരിച്ചു. ഞായറാഴ്ചയായിരുന്നു പോയത്. നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു, ഇഷ്ടംപോലെ ആൾക്കാരായിരുന്നു. ഞാനും അമ്മയും കുഞ്ഞമ്മയും കുഞ്ഞുമൊക്കെ ആയിട്ടാണ് ഞങ്ങൾ പോയത്. നല്ല വൈബായിരുന്നു. പിന്നെ എനിക്ക് കുറേ വീഡിയോസൊക്കെ ഇൻട്രസ്റ്റഡുള്ള കുറേ വീഡിയോസൊക്കെ ഞാൻ എടുത്ത് ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നല്ല കളർഫുള്ളായിട്ടുള്ള കുറേ തൊട്ടിലാട്ടവും അതിൽ കുറേ ലൈറ്റൊക്കെ നല്ല രസമുണ്ടായിരുന്നു അത് ചെയ്തേക്കുന്നത് കാണാനായിട്ട്. രാത്രി ആയതുകൊണ്ട് നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട്. ചന്ദ്രു പിന്നെ ആദ്യമായിട്ടാണ് ഇത്രയും ആൾത്തിരക്കിനിടയിൽ പോകുന്നത്. അവനിതെല്ലാം കണ്ട് ഇങ്ങനെ രസിക്കുകയാണ്. കാരണം എന്ന് വെച്ചാൽ അവന് കളിക്കാനുള്ള പ്രായം അങ്ങനെ ആയിട്ടില്ലല്ലോ, ഇതിലൊന്നും കയറാനുള്ള പ്രായമൊന്നും ഇല്ലാത്തത് കൊണ്ട് അവനെല്ലാം ഇങ്ങനെ ചുറ്റിനുള്ളതിനെ വീക്ഷിക്കുകയായിരുന്നു. പിന്നെ തൊട്ടടുത്ത് തന്നെ കുറേ കമ്മലിൻ്റെ ശേഖരങ്ങളുണ്ടായിരുന്നു. മറാഠിക്കാരുടെ കമ്മൽ കളക്ഷനാണ്. കുറേ വെറൈറ്റി കമ്മൽസ് ഉണ്ടായിരുന്നു. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. എല്ലാം നല്ല വെറൈറ്റി മോഡൽ. അവരാകുമ്പോൾ നല്ല നല്ല രീതിയിലുള്ള വലിയ കമ്മലൊക്കെ ആയിരുന്നു കേട്ടോ. മറാഠിക്കാരെന്ന് പറയുമ്പോൾ അവർ ഏറ്റവും കൂടുതൽ വിൽക്കുന്നത് വലിയ മോഡൽ കമ്മലാണ്. പിന്നെ കുറച്ച് നേരം തൊട്ടിലാട്ടമൊക്കെ കണ്ടുകൊണ്ടിരുന്നു. പിന്നെ ഒരുപാട് വെറൈറ്റി കളർ സ്വീറ്റ്സ് കണ്ടു. പിന്നെ നമ്മൾ കുഞ്ഞുനാളിലൊക്കെ കഴിച്ച നാരങ്ങ മിഠായി, ഭാഗ്യമിഠായി, അങ്ങനെ കുറേ മിഠായികളുടെ ശേഖരം തന്നെ ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ നമ്മൾ നൊസ്റ്റാൾജിയ ഫീലിലോട്ട് പോകുന്ന ഒരു ഇതായിരുന്നു എനിക്കന്ന് ഇതെല്ലാം കണ്ടപ്പം തോന്നിയത് കേട്ടോ. മിച്ചർ മിഠായി, ലഡു മിഠായി, പിന്നെ ഒരുപാട് അലുവയുടെ കളക്ഷൻസ് ഉണ്ടായിരുന്നു. തേങ്ങാക്കൊത്തൊക്കെ വെച്ചിട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്ന കാണാൻ തന്നെ. പിന്നെ പല കളറിൽ അലുവ ഇവിടെ വിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇഷ്ടംപോലെ ഡയമണ്ടിൻ്റെ പല കളക്ഷൻസ്, മധുരസേവ, അതിൻ്റെയൊക്കെ പല കളറിലെ സ്വീറ്റ്സൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ എല്ലാം കൂടെ മിക്സിനും കണ്ട് 100 രൂപയായിരുന്നു. പിന്നെ ഇഷ്ടംപോലെ ഇങ്ങനെ നല്ല കളർഫുള്ളായിട്ട് ഇങ്ങനെ ഇരിക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ ലഡു. പിന്നെ ഞങ്ങൾ കണ്ടത് കുഞ്ഞു കുട്ടികളുടെ പൂളായിരുന്നു. പിന്നെ ഇഷ്ടംപോലെ സിന്ദൂരത്തിൻ്റെ കളക്ഷൻസ് ഉണ്ടായിരുന്നു. പല കളറിലെ നമുക്ക് തൊടാൻ പറ്റിയ കുറേ സിന്ദൂരത്തിൻ്റെ കളക്ഷൻസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു വെറൈറ്റി ഒരു സംഭവം കൂടെ എനിക്ക് കാണാൻ പറ്റി, ചിത്രശലഭം. ഇത് പണ്ട് മുതലേ നമ്മൾ അമ്പലങ്ങളൊക്കെ പോകുമ്പം കാണുന്നൊരു സാധനമാണ്. പിന്നെ കുറേ ഐസ്ക്രീം, 20 തൊട്ട് 20, 30, 40 അങ്ങനെ പല റേറ്റിലുള്ള ഐസ്ക്രീം. പിന്നെ ചന്ദ്രു ഇങ്ങനെ വണ്ടിയൊക്കെ ഇങ്ങനെ ഓടുന്ന കണ്ടു. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ കുറേ നല്ല രസമുള്ള ക്യൂട്ടായിട്ടുള്ള പാവകളെയൊക്കെ ഉണ്ട്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഓരോ പാവകളും ഇനി ഇരിക്കുന്ന കാണാനായിട്ട് പല ഡ്രസ്സിലും ഇനി ഇരിക്കുന്ന നല്ല ഭംഗിയുണ്ടായിരുന്നു. ഈ റോസാപ്പൂ കണ്ടോ? നമ്മൾ വിചാരിക്കും ഒറിജിനൽ റോസാപ്പൂ ആണെന്ന്. പക്ഷേ ഒറിജിനൽ റോസാപ്പൂവിനെ പോലും വെല്ലുവിളിക്കുന്ന പ്ലാസ്റ്റിക് റോസാപ്പൂ ആണ് കേട്ടോ. കൊച്ചു കുട്ടികൾക്കെല്ലാം തലയിൽ വെക്കാൻ പറ്റിയ റോസാപ്പൂ. ഡിസൈൻസ് ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും തന്നെ ഇല്ല. പല കളറിലായിട്ടാണ് ഡിസൈൻസ് ഇട്ടേക്കുന്നത്. നമുക്കറിയാം ഓരോ വീടുകളിൽ ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ടായിരിക്കും അല്ലേ. ഇത് കാറ്റൊക്കെ അടിക്കുമ്പോഴൊക്കെ നല്ല സൗണ്ടായിരിക്കും. നല്ല രസമായിട്ട് ഇതുപോലെ കുറേ കുടുംബത്തിൻ്റെ കളക്ഷൻ ഉണ്ടായിരുന്നു. പിന്നെ അതിനിടയിലായിട്ടാണ് ഞങ്ങൾ ചന്ദ്രുവിനാണെങ്കിൽ ഒരു പാവ വാങ്ങിക്കാൻ വേണ്ടി കയറി. അന്നേരം വെറൈറ്റി ആയിട്ടുള്ള കുറേ പാവകളെ കണ്ടു. ആമക്കുട്ടനെ കണ്ടോ? നല്ല രസമുണ്ടല്ലേ ആമയെ കാണാനായിട്ട്. പിന്നെ കണ്ടത് കൊലുസാണ്. എനിക്ക് പൊതുവേ ഈ വെള്ളി കൊലുസിനേക്കാളിലും കൂടുതൽ ഇഷ്ടം കറുത്ത കൊലുസാണ്. അപ്പം നമുക്ക് ചിലർ ഒറ്റക്കാലം യൂസ് ചെയ്യുന്നവരുണ്ട് കൊലുസ്. നല്ല രസമുണ്ട്. ചിത്രശലഭമൊക്കെ ആയിട്ടുള്ള പല രീതിയിൽ മോഡലായിട്ടുള്ള വെറൈറ്റി കൊലുസൊക്കെ കണ്ട് എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. പിന്നെ ഇഷ്ടം പോലെ ബാഗാണ്. 100 രൂപയുടെ ബാഗുകളുടെ ഒരു ശേഖരം തന്നെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ നോക്കിയപ്പം 10 രൂപ, 20 രൂപ, 100 രൂപ ആ ഒരു റേഞ്ചിലുള്ള സാധനങ്ങളെല്ലാം ഉണ്ടായിരുന്നു ആ കടയിൽ. പിന്നെ ഇഷ്ടംപോലെ പൊരി സാധനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഏതെടുത്താലും 20 രൂപ. നമുക്കറിയാം പൊതുവേ നമുക്ക് ഏറ്റവും കുറഞ്ഞ വില എവിടെയാണോ അവിടെ നമ്മളെല്ലാവരും പോകുന്ന ഒരു ആൾക്കാരല്ലേ നമ്മൾ. അപ്പോൾ 20 രൂപയുടെ കളക്ഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ തൊഴുതൊക്കെ വന്ന് ഭഗവാന്റെ രൂപമായിട്ടുള്ള ഒരു കാളക്കുട്ടിയെ കണ്ടു. പിന്നെ കുറച്ച് നേരമൊക്കെ തൊട്ടിലാട്ടമൊക്കെ കണ്ട്